പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സംഗീതം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. ദുഷ്ടന്മാർ പലതും ചിന്തിക്കും. നീതിമാനായവനെ, നല്ലവരെ എങ്ങനെ ദ്രോഹിക്കാം, വാക്കിൽ, നോക്കിൽ, പ്രവൃത്തിയിൽ അവരെ എങ്ങനെ ദ്രോഹിക്കാം, അവരെ എങ്ങനെ തകർക്കാം എന്നവർ പലതും ചിന്തിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് ആലോചിക്കുക. മനസ്സിലായോ? ഇവരെ പോകുമ്പോൾ അവരെ എങ്ങനെ വാക്കിൽ തകർക്കാം, അവരെ കാണുമ്പോൾ എങ്ങനെ നോക്കിൽ തകർക്കാം, അവരെ എന്താണ് പറയുക, കാണുമ്പോൾ അവരെ എങ്ങനെ പ്രവൃത്തിയിൽ അവരെ ദ്രോഹിക്കാം എന്നവർ ചിന്തിക്കും. ഒന്നും നടക്കത്തില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അതിൻ്റെ വേറൊരു സംഭവമാണ് പരിഹസിക്കുക. അവരെ കാണുമ്പം ഒരു കാര്യമില്ലാതെ അവരെ കാണുമ്പം പരിഹസിക്കുക. മനസ്സിലാവില്ലേ? നല്ലവരായ ആൾക്കാരെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് ചിന്തിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇനി കർത്താവ് പറയുന്നത്, അവരുടെ ആലോചന പ്രകാരവും നമ്മൾ ഒരിക്കലും നടക്കരുത്. അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടുകൂടാൻ പോകരുത്. അത് പാപികളുടെ വഴി, പാപം ചെയ്യുന്നവൻ്റെ കൂടെ നമ്മൾ നടക്കാൻ പോകരുത്. പരിഹാസികളെ യഹോവയ്ക്ക് വെറുപ്പെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിഹസിക്കുന്നവരുടെ കൂടെ നമ്മൾ കൂട്ടുകൂടാൻ പോകരുത്. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ ഉപദേശിക്കുക. മാറിയില്ലെങ്കിൽ കർത്താവ് ബൈബിളിൽ പറയുന്നു, കൊള്ളരുതാത്തവനെ തള്ളിക്കളയാൻ. മനസ്സിലായോ? നമുക്ക് കൊള്ളത്തില്ലാന്ന് തോന്നുന്നവരെ നമ്മൾ തള്ളിക്കളയുക. പിന്നെ അവരുമായിട്ട് ജീവിതത്തിൽ കൂട്ടുകൂടാൻ പോകരുത്. അതൊരിക്കലും നമുക്കൊരിക്കലും നല്ലതായി വരത്തില്ല. നമ്മുടെ അനുഗ്രഹത്തെയും നമ്മുടെ കൃപകളെയും ഇല്ലാതാക്കി കളയും. മനസ്സിലായോ? 24 മണിക്കൂർ മറ്റുള്ളവരെ കുറ്റം പറയുക, പരിഹസിക്കുക, പാപം ചെയ്ത് ജീവിക്കുക. ഇതിനുള്ള ആൾക്കാരുടെ പുറകിൽ നിന്ന് നമ്മൾ നടക്കാൻ പാടില്ല. അത് കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ചുള്ള കാര്യമല്ല. അത് നമുക്ക് ദോഷം ചെയ്യും. നമ്മുടെ അനുഗ്രഹത്തെയും നമ്മുടെ കൃപാവരങ്ങളെയും എന്താണ് പറയുക, അത് ഇല്ലാതാക്കി കളയും. ദൈവ വഴിയെ പോകുന്ന വ്യക്തിയെ ആ വഴിയിൽ നിന്നും എന്താണ് പറയുക, ഇത്തരം കൂട്ടുകെട്ടുകൾ പിന്തിരിപ്പിച്ച് കളയും. കർത്താവ് പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. എപ്പോഴും കർത്താവിൻ്റെ കൽപ്പനകളെയും വചനങ്ങളെയും അനുസരിക്കുക. മനസ്സിലായോ? ആ വഴിയെ നടക്കുക. അതാണ് നമ്മൾ ഒരു ദൈവ പൈതൽ എപ്പോഴും ചെയ്യേണ്ടത്. ഇനി ആരാണെങ്കിലും ശരി, മറ്റുള്ളവരെ തകർക്കാൻ ആലോചിച്ച് ചിന്തിച്ച് നടക്കുന്നവരുടെ പുറകെ നമ്മൾ നടക്കരുത്. മനസ്സിലായോ? അത് കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന, പിന്നെ അവസാനം അവർക്ക് കിട്ടുന്ന അടിയുടെ ഒരു വിഹിതം നമ്മളും കൂടി വാങ്ങിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നമ്മൾ ഒരിക്കലും ദുഷ്ടൻ്റെ ആലോചനയ്ക്ക് നമ്മൾ കൂട്ടു നിൽക്കരുത്. പാപം ചെയ്യുന്നവരെ നമ്മൾ അനുകൂലിക്കരുത്. പരിഹാസികളെ നമ്മൾ അനുകൂലിക്കരുത്. അവരെ ഉപദേശിക്കുക. അവർ ആ പാപത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ അവരെ വിട്ടുകളയുക. ആമേൻ. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ മാനസികമായോ ശാരീരികമായോ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. അതൊരിക്കലും ദൈവം തമ്പുരാൻ ക്ഷമിക്കില്ല. കർത്താവ് പറയുന്നു, ഒരു മനുഷ്യനെ നമ്മൾ ദ്രോഹിച്ചാൽ അവൻ്റെ നിലവിളി ഞാൻ കേൾക്കും, അവന് തക്ക ശിക്ഷ കൊടുക്കുമെന്ന്. മനസ്സിലായോ? പ്രത്യേകിച്ചും ദൈവമക്കളെ ആവശ്യമില്ലാതെ ഈ വായിലൊരു നാക്കുണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസവും പറയാമെന്ന് വിചാരിച്ചാൽ അടി വരുന്ന വഴി അറിയത്തില്ല. എന്തിനാണ് വെറുതെ? അതുകൊണ്ട് നമ്മൾ വിട്ടുകളയുക. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുമായി കൂട്ടുകൂടാതെ എപ്പോഴും കർത്താവിൽ അടിയുറച്ചൊരു വിശ്വാസത്തിൽ ജീവിക്കുക. കർത്താവിന് കൽപ്പനകൾ വചനം അനുസരിക്കുക. ആ വഴിയിൽ നടക്കുക. നല്ലത് മാത്രമേ വരൂ, ഉയർച്ച വരും. കർത്താവ് പറഞ്ഞിരുന്നു, ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകുമെന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നു. നല്ലവരെ ലക്ഷ്യം വെച്ച് പലതും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ നശിച്ചു പോകും. അവൻ്റെ ആശ നശിക്കും. അവൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ആമേൻ. പകരം ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുമെന്ന്. നമ്മുടെ നേരെ വരുന്നവനെ കർത്താവ് നോക്കും. അതിനാൽ കർത്താവിൻ്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിച്ച് ആ വഴിയെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ജീവിക്കുക. കർത്താവിൻ്റെ രക്ഷകനെ സ്വീകരിക്കുക. ആലയത്തിൽ ചർച്ചിൽ പോവുക, സ്നാനപ്പെടുക. ആമേൻ. ദൈവം എല്ലാവരെ അനുഗ്രഹിക്കട്ടെ.